വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു മൺഡേ ആണ്, ഇന്നൊരു വർക്ക് ഫ്രം ഹോം ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളോട് എന്തെങ്കിലും വിശേഷമൊക്കെ ഇങ്ങനെ മിണ്ടി പറഞ്ഞിരിക്കാമെന്ന്. നമുക്കിടയ്ക്ക് ബ്രേക്കൊക്കെ വേണ്ടേ, ഫുൾ ടൈം ജോലി ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളെ എൻ്റെ വീട്ടിലേക്ക് സ്വിഗ്ഗി ഒന്നും ഉണ്ടായിരുന്നില്ല, വന്നിരുന്നില്ല. കാരണം ഒരു കാട്ടുമുക്കായിരുന്നു പണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊന്നും വന്നിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്വിഗ്ഗി വരും. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. എൻ്റെ അമ്മ അറിയാതെ, അമ്മ വീഡിയോ കാണുമ്പോൾ അറിയും, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ചായയൊക്കെ കുടിച്ചതൊക്കെ കഴിച്ച് ചിക്കനിൽ നിന്ന് ബർഗർ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ് പ്ലാൻസ്. വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഞാൻ കണ്ണട മാറ്റി, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഗോൾഡൻ ഫ്രെയിം തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വഴിയില്ല, കാരണം മുമ്പത്തെ കണ്ണടയും ഗോൾഡൻ ഫ്രെയിം തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ വേണമല്ലോ സ്പെഷ്യലായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ബോറിഡ് ആയിരിക്കില്ലേ. ഒരു മാസമേ ആയിട്ടില്ല, പക്ഷെ എനിക്ക് ജാനുവരി ഭയങ്കര പതുക്കെ പോയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നിയത് എന്താ ജാനുവരി കഴിയാത്ത. എനിക്ക് 2025 തുടങ്ങിയിട്ട് കുറേ നാളായ പോലെ തോന്നുമായിരുന്നു. ജാനുവരി നിരങ്ങിയേ പോയിരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ, അതോ എനിക്ക് മാത്രമാണോ? കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കും ജാനുവരി പതുക്കെയാണ് പോയിരുന്നത്. എന്താണോ പോലെ എല്ലാവർക്കും പതുക്കെ പോകാൻ എന്തെങ്കിലും റീസൺ? എനിക്ക് എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ പൈസയൊക്കെ കഴിഞ്ഞ് അടുത്ത സാലറി എന്നാ കിട്ടുമെന്ന് അന്വേഷിച്ചിരിക്കുന്നത്. ഓരോ ദിവസം എണ്ണീട്ട് എന്താ സാലറി കിട്ടുക, അതുകൊണ്ടാണ് എനിക്ക് പതുക്കെ പോയത്. എല്ലാവർക്കും എങ്ങനെയാണാവോ, എന്താണോ റീസൺസ്? എന്നാലും വെളിച്ചം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് വെളിച്ചം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നിരുന്നത്, ഞാൻ അൻപോട് കൺമണി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. അത് എനിക്കിങ്ങനെ വീക്കെൻഡ് ഞാൻ വെറുതെ ഇരിക്കുക, എനിക്ക് എന്തെങ്കിലും കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയി കണ്ടതാണ് അൻപോട് കൺമണി. സംഭവം നല്ല ലാഗായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ച് കളയാനൊക്കെ തോന്നി. കൺസെപ്റ്റൊക്കെ നല്ലത് തന്നെയായിരുന്നു. വിശേഷം സിനിമയുടെ സെയിം കഥ, സെയിം കഥ എന്നല്ല, കൺസെപ്റ്റൊക്കെ സെയിം തന്നെയാണ്. തിയേറ്റർ വാച്ചാന്ന് എനിക്ക് തോന്നുന്നില്ല. OTT വരുമ്പോൾ വാച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, സമയം പോകാനായിട്ട് നല്ലതായിരുന്നു. ആക്ടിങ്ങൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അർജുൻ അശോകൻ്റെ ആക്ടിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പുതിയ നടിയാന്ന് തോന്നുന്നു, ആ കൊച്ചിൻ്റെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഒരു കണ്ണൂർ ഭാഷയൊക്കെ നല്ലോണം ഉണ്ട്. കണ്ണൂർ നടക്കണ കഥയായ കാരണം അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കണ്ണൂർക്കാർ. അപ്പോൾ അവരുടെ സംസാരമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. വെറുതെ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ പുതിയതായിട്ട് എൻ്റെ ജീവിതത്തിലൊന്നും അപ്ഡേറ്റ് ഒന്നും, ഞാൻ ട്രിപ്പൊന്നും പോയിട്ടില്ല ഇപ്പം അടുത്ത്. ഇപ്പം എന്തായാലും ഈ നെക്സ്റ്റ് വീക്ക് ഞാൻ പോകുന്നുണ്ട്, കണ്ണൂർ പോകുന്നുണ്ട്. തെയ്യം കാണാൻ പോകുന്നുണ്ട്. പിന്നെ തെയ്യം കാണാൻ പോകുന്നത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം. അപ്പം എന്തായാലും തെയ്യം കാണാൻ പോകുമ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തെയ്യം കാണുന്ന എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചത്, കാരണം ഞാൻ ഈ റീൽസിൽ മാത്രമാണ് ഈ തെയ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ തെയ്യം നേരിട്ട് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണൂർ പോകുന്നുണ്ട് ഈ വീക്ക്, എൻ്റെ ഓഫീസിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ തെയ്യമൊക്കെ കണ്ടിട്ട് വരാം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് ഞാൻ തെയ്യം വ്ളോഗായിട്ട് ഈ വീക്ക് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നെ ഈ വീഡിയോയിലില്ല. എനിക്കറിയാം, ഞാൻ ചുമ്മാ ഇങ്ങനെ വളവളാന്ന് വർത്താനം പറഞ്ഞതല്ലാതെ, അൻപോട് കൺമണിയുടെ ഒരു ചെറിയൊരു റിവ്യൂ പറഞ്ഞതല്ലാതെ ഈ വീഡിയോയിലൊന്നും ഇല്ല. എനിക്കറിയാം. ഡോണ്ട് വറി, നെക്സ്റ്റ് വീക്ക് നമ്മൾ തെയ്യം വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ.